ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലവ് ഓഫ് ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം വീണ മിസ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാഫിങ്ങിനെ കുറിച്ചാണ്. സ്റ്റാഫിംഗ് ആസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. നമുക്കറിയാം അല്ലേ, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ആ ഇമ്പോർട്ടന്റ് പാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഓർഗനൈസേഷൻസിലും ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജേഴ്സ് ഉണ്ടാകും, അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ അസിസ്റ്റന്റ് ഉണ്ടാകും. അപ്പൊ സ്റ്റാഫിംഗ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഓർഗനൈസേഷനില് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെന്റ് എന്നും കൂടെ പറയുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലേബർ ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഡ്യൂട്ടി ഈസ് പെർഫോംഡ് ബൈ എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് കോൾഡ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ്. ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കേഴ്സിനെയും പ്രോപ്പർ ആയിട്ട് റിക്രൂട്ട് ചെയ്യും, സെലക്ട് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഓർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്പർ 1, റിക്രൂട്ടിംഗ്. ദ സെർച്ച് ഫോർ ക്വാളിഫൈഡ് പീപ്പിൾ. സപ്പോസ് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരുടേതായിട്ടുള്ള ക്വാളിഫൈഡ് ഉള്ള എംപ്ലോയീസിനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മൾ ബികോം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ എംകോം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ ആയിരിക്കും റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ അവരെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, റിക്രൂട്ട്മെന്റ്. ദ സെക്കൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അനലൈസിങ് ജോബ് ആൻഡ് കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ജോബ് ടു പ്രിപ്പയർ എ ജോബ് ഡിസ്ക്രിപ്ഷൻ. അതായത് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. ജോബിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും കളക്ട് ചെയ്തുകൊണ്ട് ആ ജോബിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണമെങ്കിൽ സപ്പോസ് ഒരു അക്കൗണ്ടന്റിന് വേണ്ടിയുള്ള നോളജ് എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഇയർ ഓഫ് എക്സ്പീരിയൻസ് എത്രയുണ്ട്, അവർക്ക് അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് അല്ലെ, അപ്പൊ അവരുടെ വർക്കിംഗ് സ്കില്ല്, അവരുടെ സോഫ്റ്റ് സ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ജോബിനെ അനലൈസ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക. തേർഡ് വൺ ഈസ് ദ ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻസ്. സി, ഒരു ഓർഗനൈസേഷൻ ഒരു എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്യുമ്പോഴേക്കും അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കും അല്ലെ. അതായത് നമുക്ക് ബോണസ് കൊടുക്കാറുണ്ട്, പെയ്ഡ് ലീവ് കൊടുക്കാറുണ്ട്, സാലറി കൊടുക്കാറുണ്ട്. ഇപ്പൊ വർക്കേഴ്സിനാണെങ്കിൽ നമുക്കറിയാം വേജസ് കൊടുക്കാറുണ്ട്, എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എംപ്ലോയീസ് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കോമ്പൻസേഷൻസും ഇൻസെന്റീവ്സ് പ്ലാൻസും ഡെവലപ്പ് ചെയ്യുക. ഇനി എംപ്ലോയീസിന് ആവശ്യമായുള്ള ട്രെയിനിങ് കൊടുക്കണം അല്ലെ, അവരെ ഡെവലപ്മെന്റ് നടത്തണം. എംപ്ലോയീസിന് എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് കൊണ്ടുവരണം അവരില്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം, എന്നാൽ മാത്രമേ അവർ ഓർഗനൈസേഷനിൽ സക്സസ് ആവുകയുള്ളൂ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ പെടുന്നതാണ്. ഇനി മെയിൻറ്റെയിൻ ലേബർ യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻസ്. നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷനിലും ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാകും, അല്ലെങ്കിൽ ലേബർ യൂണിയൻസ് ഉണ്ടാകും. അപ്പൊ ഈ ലേബർ യൂണിയനും മാനേജ്മെന്റും കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, അവർ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ പെടുന്നതാണ്. ഹാൻഡ്ലിംഗ് ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈൻസ്. അതായത് ഇപ്പൊ ഓർഗനൈസേഷനിൽ തന്നെ ഒരുപാട് കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്, അതൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ പെടുന്നതാണ്. പ്രൊവൈഡിങ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ് ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിന് ആവശ്യമായ അവരുടെ ക്ഷേമങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് സാമൂഹ്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനില് പെടുന്നതാണ്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്.
ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള മാൻ പവറിന്റെ റിക്വയർമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഇപ്പൊ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ല എങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, അവരുടെ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, ഓർഗനൈസേഷനിൽ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സും ഈ സ്റ്റാഫിങ്ങിൽ പെടുന്നതാണ്. അടുത്തതാണ് സെലക്ഷൻ. അതായത് നമുക്ക് ഓർഗനൈസേഷനിൽ ഒരുപാട് ജോബ്സ് ഉണ്ടാവും, വേരിയസ് ജോബ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെ ആ റൈറ്റ് പേഴ്സണെ അപ്പോയിന്റ് ചെയ്യുകയും റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ടിങ് ദ കാൻഡിഡേറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് ആൻഡ് അപ്പോയിന്റിങ് ദ റൈറ്റ് പേഴ്സൺസ് ഫോർ വേരിയസ് ജോബ്സ്. ഇനി പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ജോലിക്ക് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുക, അയാൾക്ക് ഒരു പ്ലേസ്മെന്റ് കൊടുക്കുക, ഒരു പ്ലേസ് കൊടുക്കുക എന്നുള്ള ജോബാണ്. അതായത് അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനെ മറ്റുള്ള എംപ്ലോയീസുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും ഈ സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സിൽ വരുന്നതാണ്. അപ്പോൾ അതുപോലെ അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയും അവിടെയുള്ള എംപ്ലോയീസിനെയും എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുക. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ഒരു ഓറിയന്റേഷൻസ് കൊടുക്കുക. പിന്നെ ഓർഗനൈസേഷനിൽ ഒരുപാട് റൂൾസും പ്രൊസീജിയേഴ്സും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാകും, അതിനെ കുറിച്ചൊക്കെയുള്ള അവയർനെസ് കൊടുക്കുക. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ഫിഫ്ത് പോയിന്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ഓർഗനൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്ത് പോകുന്നത്, അതിന്റെ വർക്കിംഗ് മെത്തേഡ്സ് എന്താണ്, ടെക്നോളജി എന്താണ്, അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ അവരുടെ നോളജും സ്കിൽസും എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിലൂടെ സാധിക്കുന്നു. അതുപോലെ അവരിൽ തന്നെ ഒരുപാട് ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റാഫിംഗ് പ്രോസസ്സിലൂടെ കഴിയുന്നു. ഇനി പെർഫോമൻസ് അപ്രൈസൽ ആണല്ലേ. അതായത് അവര് ഓർഗനൈസേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ആ എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നടത്തുന്ന ഒരു പീരിയോഡിക് അസസ്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഒരു ഓർഗനൈസേഷനിൽ അവർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു വിലയിരുത്തലിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പല പല ഇവാലുവേഷൻ നടത്താറുണ്ട് അല്ലെ. പല രീതിയിലുള്ള പെർഫോമൻസ് അപ്രൈസൽ ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് പ്രൊമോഷൻ. അതായത് ഒരു എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു, അയാൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു, അയാൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടായി. അപ്പൊ അതിനുശേഷം ആ എംപ്ലോയിയെ ഹയർ പൊസിഷനിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ ഈസ് എ പ്രൊമോട്ടിംഗ് എൻ എംപ്ലോയി ടു ദി ഹയർ പോസ്റ്റ്. സോ ഇത് എംപ്ലോയീസിന് അയാളുടെ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുവാനും ഉള്ള ഒരു അവസരമായിരിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ തന്നെ അയാൾക്ക് നല്ല രീതിയിൽ വളരാനുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. അതായത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ വേജസ് അല്ലെങ്കിൽ സാലറി ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാഫിങ്ങില് കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ കോമ്പൻസേഷൻ കൊടുക്കുന്നത് വേജസ് ആയിട്ടും സാലറി ആയിട്ടും അല്ല എങ്കിൽ മറ്റുള്ള ബെനിഫിറ്റ്സ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ
ജോബിന്റെ നേച്ചറും റിസ്ക് ഫാക്ടേഴ്സും അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയുടെയും ക്വാളിഫിക്കേഷന്റെയും എക്സ്പീരിയൻസിന്റെയൊക്കെ ബേസിസിലായിരിക്കും. ഇപ്പൊ കോമ്പൻസേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? വേജസ് ആയിട്ട്, അല്ലെങ്കിൽ സാലറി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ബെനിഫിറ്റ്സ് ആയിട്ടായിരിക്കും. PF, ESA ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. ചിലർക്ക് കാർ ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്, ഹൗസ് ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലെവൽ ഓഫ് ജോബ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ജോബ് അനുസരിച്ചായിരിക്കും, റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച്, അവർ ഏറ്റെടുക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷന്റെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കും കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്. നമ്പർ 1, മാൻ പവർ റിക്വയർമെന്റ്. Second one, recruitment. Third one, selection. Fourth one, placement and orientation. Fifth one, training and development. Sixth one, performance appraisal. Seventh one, promotion. And eighth one, compensation.